പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് ചതവേറ്റ 7 വയസ്സുകാരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം. കുട്ടിയുടെ കൈ പരിശോധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതോടെ കൈ പഴുത്ത് വ്രണമായെന്ന് അച്ഛൻ മനോജ് ആരോപിച്ചു. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രിക്കെതിരെയാണ് ഗുരുതര ആരോപണം. പത്തനംതിട്ട കൊടുന്തറ സ്വദേശിയായ മനോജിന്റെ 7 വയസ്സുകാരനായ മകനാണ് 2 ആഴ്ച മുൻപ് സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് വിട്ടു. എന്നാൽ പിന്നീട് കുട്ടിയുടെ കൈക്ക് നീരും കടുത്ത വേദനയും അനുഭവപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞതോടെ കൈയിൽ നിന്ന് പഴുപ്പും രക്തവും ഇറ്റുവീഴാൻ തുടങ്ങി. വീണ്ടും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം. പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കാൻ പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും കുട്ടിയുടെ ചികിത്സയിൽ ഗുരുതര പിഴവുണ്ടായി എന്നുമാണ് അച്ഛൻ മനോജിന്റെ ആരോപണം. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞല്ലേ, അസ്ഥികരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജെന്ന് പറഞ്ഞു. കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ നില മെച്ചപ്പെട്ടു. ജനറൽ ആശുപത്രിക്കെതിരെ പരാതി നൽകാനാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം വീട്ടിൽ നിന്ന് അണുബാധയുണ്ടായതാവാമെന്നും ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മീഡിയ 1 പത്തനംതിട്ട.